48കാരനെ കൊന്ന എക്സ്പ്രസ് വേയിൽ തള്ളി. വാഹനാപകടമെന്ന് വരുത്തി തീർക്കാൻ ശ്രമം. ഒടുവിൽ പിടിയിലായതോ സ്വന്തം ഭാര്യയും മകനും. ഉത്തർപ്രദേശിലെ ഔരയിൽ നടന്ന സംഭവമാണ്. ഭാര്യയും മകനും ബന്ധുവും ചേർന്നാണ് 48കാരനായ രൺവീർ സിംഗ് യാദവ് എന്ന ആളെ കൊന്നുകളഞ്ഞത്. അച്ചാൽഡ പ്രദേശത്തെ മതപ്രീതം ഗ്രാമത്തിലായിരുന്നു അയാളുടെ താമസം. ബുണ്ടേൽഖണ്ഡ് എക്സ്പ്രസ് വേ, ആ എക്സ്പ്രസ് വേയിൽ മെയ് 3 രാത്രിയാണ് തിരിച്ചറിയാത്ത രീതിയിൽ ഒരു മൃതദേഹം ആദ്യം പോലീസ് കണ്ടെത്തുന്നത്. കൊലപാതക ശേഷം ആ മൃതദേഹം ഹൈവേയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് വേയിൽ കൊണ്ടിട്ടത് അതൊരു അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു. പോലീസ് സംഘമെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പിന്നീടാണ് ആ മൃതദേഹം രൺവീർ സിംഗിൻ്റെതാണ് എന്ന് തിരിച്ചറിയുന്നത് പോലും. ഇയാളുടെ മൂത്ത മകൻ ഒരു പരാതി നൽകി. കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളതിൽ ആവശ്യപ്പെട്ട് അതിലൊരു ഗൂഢാലോചന നിഗൂഢതയുണ്ട് എന്നുള്ള സംശയത്തിൽ അങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം CCTV ഫുട്ടേജുകൾ ശേഖരിച്ചു. ഒപ്പം ഈ മൊബൈൽ ഫോണുകൾ അത് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. 72 മണിക്കൂർ അത് മതിയായിരുന്നു പ്രതികളിലേക്ക് എത്താൻ. പ്രതികൾ ആരെന്നറിഞ്ഞപ്പോൾ പോലീസ് ആദ്യം ഞെട്ടി. മറ്റാരുമല്ല, മരിച്ച രൺവീറിന്റെ ഭാര്യ വിനീത, മകൻ ഹർഷ്, അവരുടെ ഉറ്റബന്ധു ഗുർജിത്ത്, ഈ 3 പേരാണ് പിടിയിലായത്. 3 मई 2026 को थाना छल्ला पुलिस को एक सूचना प्राप्त हुई कि बुंदेलखंड एक्सप्रेसवे किलोमीटर संख्या 275 पर एक अज्ञात व्यक्ति का शव मिला है। उक्त सूचना पर तत्काल मौके पर अछल्ला पुलिस, फोरेंसिक टीम व उच्च अधिकारियों द्वारा घटनास्थल का निरीक्षण किया गया और मौके से भौतिक साक्ष्य आदि संकलित किए गए। मृतक की पहचान रणवीर सिंह यादव पुत्र लक्ष्मण सिंह, उम्र करीब 48 वर्ष, थाना अछल्दा, ग्राम मढ़ा प्रीतम के रूप में हुई। मृतक के बड़े पुत्र की द्वारा दी गई तहरीर के आधार पर उचित धाराओं में अभियोग पंजीकृत किया गया। കൊലപാതക വിവരം പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. മദ്യപാനത്തിന് അടിമയായിരുന്നു ആ കൊല്ലപ്പെട്ട രൺവീർ. ആ മദ്യപിച്ച ശേഷം ഇയാൾ മദ്യപിച്ച് പണം നഷ്ടമാക്കി സ്വത്തുവകകളൊക്കെ വിറ്റു തുലച്ചു. അങ്ങനെ വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളവുമായിരുന്നു. കൊലപാതകം നടന്ന ആ രാത്രിയിലും ഈ രൺവീറും ഭാര്യ വിനീതയും തമ്മിൽ വഴക്കുണ്ടായി. മദ്യലഹരിയിലായിരുന്ന രൺവീറിനെ വിനീത ആണ് ആദ്യം ആക്രമിക്കുന്നത്. മകൻ ഹർഷിനെയും ബന്ധു ഗുർജിത്തിനെയും അവൾ വിളിച്ചു വരുത്തി. മഴവും കമ്പിവടിയും കൊണ്ട് രൺവീറിനെ ആക്രമിച്ചു കൊന്നു ആ മൂവരസംഘം. ഇനി ഈ കേസ് അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അത് വഴിതിരിച്ചുവിടാൻ വേണ്ടിയുള്ള അവരുടെ ആലോചനയായിരുന്നു. എക്സ്പ്രസ് വേയിൽ കൊണ്ടുപോയി ആ ശരീരം ഉപേക്ഷിച്ചാൽ വണ്ടി കയറി ഇറങ്ങി വലിയ തോതിൽ അത് തിരിച്ചറിയ പ്രയാസകരമായ രീതിയിൽ അത് മാറും. അപ്പോൾ സ്വാഭാവികമായും തങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ മോട്ടോർ സൈക്കിളിൽ ആ മൃതദേഹം അവർ കൊണ്ടുപോയി. ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അങ്ങനെ എല്ലാവിധ തെളിവുകളും പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞു. രക്തക്കറപുരണ്ട ടീഷർട്ട്, ഈ മൃതദേഹം കൊണ്ടുപോയ മോട്ടോർ സൈക്കിൾ, ഇവയൊക്കെ കണ്ടെത്തി. പ്രത്യേകിച്ചും CCTV, മൊബൈൽ ഫോൺ ട്രാക്കിങ്ങും ഇതിൽ സഹായകരവുമായി പോലീസിന്. നടലും ഭാര്യ, മകൻ, ഒപ്പം ബന്ധു, 3 പേരും റിമാൻഡിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.